ഇതിന് മുമ്പും ഉള്ള സീസണുകളിൽ ഇതുപോലെയുള്ള പിന്നെ റിവ്യൂസ് ഒക്കെ വരാറുണ്ടായിരുന്നു. അത് പക്ഷേ ഒരു എന്താ പറയുന്നത്, കേവലം യാദൃച്ഛികമായിട്ടൊക്കെ പിന്നെ ഇങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. കാരണം ഒരു ഊഹമൊക്കെ വെച്ചിട്ടും പിന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു ട്രെൻഡൊക്കെ വെച്ചിട്ടായിരിക്കും അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് ശരിക്കും മാറിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാം. ചില പർട്ടിക്കുലർ റിവ്യൂവേഴ്സിന് അവരുടെ നേരെ ഓൾറെഡി ചാനൽ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കൂടുതൽ നിയമ നടപടികൾ ആയിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ അവതാരക തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിപ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ ദൃശ്യം 1 കാണാൻ വേണ്ടി നമ്മൾ തിയേറ്ററിലെത്തി. അപ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു ഷോ കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾ ഉറക്കെ വിളിച്ച് പറയുകയാണ്, അതിനകത്ത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു 2-3 സസ്പെൻസ് ഉള്ള ആ മൊമെന്റ്സ് വിളിച്ച് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവർ രസം കൊല്ലികളായി മാറുകയാണ്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ ആ വെളി വന്ന് സിനിമയുടെ കണ്ടിട്ട് വിളിച്ച് പറയുന്നതിന് പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭമില്ല. പക്ഷേ ഈ ഷോയുടെ ഈ സസ്പെൻസ് തകർക്കുക, വ്യൂവർഷിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തീർച്ചയായും ഒരു മോണിറ്ററി അടിസ്ഥാനത്തിൽ തന്നെയാണ്. അത് ചെയ്യാതിരിക്കലാണ് അതിൻ്റെ ഒരു മര്യാദ എന്നുള്ളത്. കാരണം ഇത്രയും വലിയൊരു ഷോയാണ്, അതുകൊണ്ട് ഇവർക്കും പ്രയോജനം ഉണ്ടാകുന്നുണ്ട്. ഒരു ഗിവ് ആൻഡ് ടേക്ക് സംഭവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ലതായിരുന്നു. ഇത്രയും മനുഷ്യർ ഒരു എഫേർട്ട് ഇട്ടിട്ട് ഒരു ഷോ റൺ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ആരെങ്കിലും സ്വാധീനിച്ച് അവരുടെ കയ്യിൽ നിന്ന് ഈ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നു. ഇനിയിപ്പോൾ അവർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെ കാഷ്വൽ സംസാരത്തിനിടയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ എന്നും അറിയില്ല. എന്തായാലും അവിടുന്ന് വിവരങ്ങൾ ശേഖരിച്ചത് കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്.